പ്ലസ് 1 ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള നമ്മുടെ ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം. ആൻഡ് ഈ അനിമൽ കിങ്ഡത്തിൽ നിന്ന് 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയുന്നത്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ആൻഡ് അതുമാത്രമല്ല, നമ്മുടെ ഓണം എക്സാമിൻ്റെ അവസാനത്തെ വട്ട റിവിഷൻ അല്ലേ, ഇന്ന് 7 മണിക്കുള്ള നമ്മുടെ മാരത്തൺ ലൈവ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. കറക്റ്റ് ടൈമിന് നമ്മുടെ ചാനൽ വരെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, സോ ഒട്ടും സമയം കളയുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പിക്ചർ. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലേ, നമ്മുടെ ബാച്ചിലുള്ള മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏതാണ് ഈ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയവും ഇല്ലാതെ പറയാം, ദാറ്റ് ഈസ് നിഡോബ്ലാസ്റ്റ്. ആൻഡ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ സെൽ എന്താണ്? ഇതൊരു സെൽ മോഡിഫിക്കേഷൻ ആണ് അല്ലേ, സ്റ്റിങ്ങിങ് സെല്ലാണ്. അപ്പോൾ ഈ സ്റ്റിങ്ങിങ് സെൽ ഉള്ളത് കൊണ്ടാണ് ഈ ഫൈലത്തിന് എന്ത് പേര് കിട്ടിയത്? നിഡേരിയ എന്ന് പറയുന്ന പേര് കിട്ടിയത്. ആൻഡ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ സ്ട്രക്ചർ ഹെൽപ്പ് ദി ഓർഗാനിസം? അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് ഈ ഒരു ഫൈലം നിഡേരിയ എന്ന് പറയുന്ന ഫൈലത്തിന് എന്ത് ഗുണമാണുള്ളത്? ആൻഡ് സിമ്പിൾ, എന്തൊക്കെയാണ്? പ്രേ ക്യാപ്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അല്ലേ. ആരെങ്കിലും ഇതിൻ്റെ ഭക്ഷണം, ഇതിൻ്റെ ഇര മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ തൽക്കാലത്തേക്കൊന്ന് ബോധം കെടുത്തിയിട്ട് അവരെ കഴിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് ഒന്ന് പോയ്സൺ ചെയ്തൊന്ന് ബോധം കെടുത്തണം. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്തുണ്ട്? ഒരു സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഉണ്ട്. ആ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂളിനെയാണ് നമ്മൾ പറയുക നെമാറ്റോസിസ്റ്റ്. സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഉണ്ട്. പിന്നെ ഇവർ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്? ഡിഫെൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടും ഇവരിത് ഉപയോഗിക്കാറുണ്ട്. ഇതിന് എവിടെയെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആങ്കറേജ് എന്ന് പറയുന്ന പർപ്പസിനും ഇത് ഉപയോഗിക്കാറുണ്ട്. മക്കൾ, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കാരണവശാലും എൻ്റെ കുട്ടികൾ മിസ് ചെയ്യാതിരിക്കുക. ദെൻ അടുത്തത്, എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്ന ആൾക്കാരുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് പറഞ്ഞ് ഇനി അവർ ഒഴിവാക്കുമെന്നറിയില്ല. പക്ഷേ ഇതുവരെ എന്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ടോ അതിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിഗർ എ ആൻഡ് ബി ഷോസ് ദ ഫിഷസ് ഓഫ് 2 ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഓക്കെ, ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ്. ആദ്യം തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഈ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെയാണ്, ഈ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസിൻ്റെ ഒക്കെ പേര് പഠിച്ചു വെക്കുക. ആൻഡ് ഇതെൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് നമ്മളുടെ സ്കോളിഡൻ ആണല്ലേ, സ്കോളിഡൻ. ആൻഡ് ഇത് നമ്മുടെ കാട്ടിലെയാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല, എയും ബിയും വരുന്ന ക്ലാസ് ഏതാണ്? ഇത് നമുക്കറിയാം, കാർട്ടിലേജിനസ് ഫിഷസ് ആണ്, അതായത് കോൺട്രിക്ടീസ് ആണ്. ഇത് ബോണി ഫിഷസ് ആണ്, ഓസ്റ്റിക്ടീസ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കോൺട്രിക്ടീസ് അല്ലേ, നമ്മൾ എ ബി എന്ന് എഴുതണം കേട്ടോ, എന്നാലേ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് എ അല്ലേ. ആൻഡ് ഓസ്റ്റിക്ടീസ് അതാണ് ബി, ഓസ്റ്റിക്ടീസ് ഇതാണ് ബി. നമ്മൾ ആദ്യം ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇവർക്ക് ഡിഫറൻസസ് ഉള്ളത്? ആദ്യം നമുക്ക് ഇവരുടെ എൻഡോസ്കെലിട്ടൺ എടുക്കാം. ഇവരുടെ എൻഡോസ്കെലിട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ എൻഡോസ്കെലിട്ടൺ നമ്മൾ പറയുന്നത് എന്താണ്? കാർട്ടിലേജ് ആണ് അല്ലേ, കാർട്ടിലേജ് ആണ് ഇവരുടെ എൻഡോസ്കെലിട്ടൺ. ഇതാണെങ്കിൽ ബോണിയാണ്. ഓക്കെ, ആൻഡ് അടുത്തത് ഇവരുടെ സ്കെയിലുകൾ പറയുകയാണെങ്കിൽ, ഇവരുടെ സ്കെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കെയിൽസ് ആണ് ഓസ്റ്റിക്ടീസിനുള്ളത്. ആൻഡ് സൈക്ലോയിഡ് ടീനോയിഡ് സ്കെയിൽസ് ആണ്, സൈക്ലോയിഡ് ടീനോയിഡ് സ്കെയിൽസ് അല്ലേ. നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഫിഷസിൻ്റെ ഇങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽസ് ആണ്. ഇവരുടേതാണെങ്കിൽ പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്, ഭയങ്കര ഹാർഡായിട്ടുള്ള പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് ആർക്കുള്ളത്? നമ്മളുടെ കോൺട്രിക്ടീസിനുള്ളത്. പിന്നെ നമ്മുടെ മൗത്തിൻ്റെ പൊസിഷൻ, ഓക്കെ, മൗത്തിൻ്റെ പൊസിഷൻ ഇവരുടെ കാട്ടിലയുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ടെർമിനലിലാണ് മൗത്ത് ഉള്ളത് അല്ലേ. പക്ഷെ നമ്മുടെ സ്കോളിഡൻ ഷാർക്കിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ അതെവിടെയാണ്? അടിഭാഗത്താണ്, അതായത് വെൻട്രൽ സൈഡിലാണുള്ളത്, വെൻട്രൽ. ദെൻ 2 കാര്യങ്ങൾ കോൺട്രിക്ടീസിന് ആബ്സെൻറ്റും അതേപോലെ തന്നെ ഓസ്റ്റിക്ടീസിന് പ്രസൻറ്റും ആയിട്ടുള്ളതാണ്. ഒന്ന് ഗിൽ കവറിങ് അല്ലെങ്കിൽ ഓപ്പർക്കുലം. അതുപോലെ തന്നെ ഇവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്വിം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മുടെ ഓസ്റ്റിക്ടീസിനാണെങ്കിൽ എയർ ബ്ലാഡർ ഉണ്ട്, അപ്പോൾ അവർക്ക് ബൊയൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ആൻഡ് ഇവ രണ്ടും ആർക്കില്ല? കോൺട്രിക്ടീസിനില്ല. സോ ഈ 2 സ്ട്രക്ചേഴ്സും ഇവർക്ക് ആബ്സെൻ്റ് ആണ്, ഇവർക്ക് പ്രസൻ്റ് ആണ്. അത് രണ്ടും നമുക്ക് എഴുതാം. റെഡിയാണോ? ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവരെ നമുക്ക് ഫുൾ എക്സ്ക്ലൂസീവ്ലി മെറീൻ ആണ്. ഇവരുടെ ഹാബിറ്റാറ്റ് നോക്കുകയാണെങ്കിൽ എക്സ്ക്ലൂസീവ്ലി മെറീൻ ആണ്. ഇവർ കടലിൽ മാത്രമേ കാണുള്ളൂ. ഇവർ മെറീൻ ആൻഡ് ഫ്രഷ് വാട്ടർ, മെറീനിലും കാണാം, അതേപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും കാണാം.
ആൻഡ് ഇവർ മോസ്റ്റ്ലി ഒവി പാരസ് ആണ്. എല്ലാവരും ഒവി പാരസ് എന്നല്ല, മോസ്റ്റ്ലി ഒവി പാരസ്. ഇവർ മോസ്റ്റ്ലി വിവി പാരസ്. ഇവർ മുട്ടയിടുന്നവരാണ് കൂടുതലെങ്കിൽ ഇവർ മോസ്റ്റ്ലി വിവി പാരസ് ആണ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരാണ് ഇവരിൽ കൂടുതൽ. റെഡി? ആൻഡ് ഇവർ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ഇവർ കൂടുതലും എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പോൾ മിനിമം ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 5 മാർക്ക് ഇവിടെ നിന്ന് ഉറപ്പിക്കാം. ഇത് പല രീതിക്ക് ചോദിക്കാറുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കും. ചിലപ്പോൾ 2 ഡിഫറൻസസ് എഴുതാൻ വേണ്ടി പറയും. ചിലപ്പോൾ ഹിപ്പോ ക്യാമ്പസിൻ്റെ ഒക്കെ പിക്ചർ തരും, പ്രിസ്റ്റിസിൻ്റെ പിക്ചർ തരും. പക്ഷെ ഇതൊരു ഷുവർ ക്വസ്റ്റൻ ആണ്. ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കുക.